നമസ്കാരം. മൈമൻ്റെ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നറിയുന്നു. വളരെ സന്തോഷം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠനമൊക്കെ? നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 10th ലെവൽ തുടങ്ങി ഡിഗ്രി ലെവൽ വരെ നീളുന്ന പരീക്ഷകളുടെ ഒരു വലിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു എക്സാം സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാം പീരീഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാള ഭാഗത്തു നിന്ന് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യ വിഭാഗമാണ് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക. പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, അതായത് സന്ധിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം പ്രാധാന്യം കൊടുത്തു പഠിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു കുഞ്ഞു ക്ലാസ്സാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഞാൻ 1-2 പ്രീവിയസ് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ചോദിച്ച നിലവാരമുള്ള മികച്ച ചില ചോദ്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: പിരിച്ചെഴുതുക, പിരിച്ചെഴുതുക കാട്ടിനേൻ. പിരിച്ചെഴുതുക കാട്ടിനേൻ. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 47/2024 47/2024 കോമൺ പ്രിലിമിനറി എക്സാം. ഓക്കെ, ഡിഗ്രി ലെവൽ സ്റ്റേജ് 2, അതായത് കഴിഞ്ഞ 2024 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ 2ാം ഘട്ട ചോദ്യ പേപ്പറാണ്. എക്സാം നടന്ന ഡേറ്റ് 25/5/2024. ഓക്കെ, ഇപ്പോൾ ചോദ്യം ഒന്നുകൂടെ: കാട്ടിനേൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ്. ഓപ്ഷനിൽ കാട്ടി പ്ലസ് ഏൻ എന്ന പദമുണ്ട്, കാട്ടി പ്ലസ് ഏൻ എന്ന പദമുണ്ട്, സിയിൽ കാട്ടി പ്ലസ് നേൻ എന്ന പദമുണ്ട്, ഡി ഓപ്ഷനിൽ കാട്ടിന് പ്ലസ് ഏൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഉത്തരം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്ത് വരിക. ദെൻ 2ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ചോദ്യം: അവൻ എന്ന പദം പിരിച്ചെഴുതുക. ചോദ്യം ഒന്നുകൂടെ: അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എയിൽ അവ പ്ലസ് വൻ ഉണ്ട്, ബിയിൽ ആ പ്ലസ് വൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ അവ പ്ലസ് അന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ ആ പ്ലസ് അന്നുണ്ട്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 115/2024 115/2024 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി 2024 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിക്ക് ചോദിച്ച ചോദ്യമാണ്. 115/2024 വളരെ അടുത്തായി ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെയും ഉത്തരം ഒന്ന് നിങ്ങൾ അറിയുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമന്റ് ചെയ്ത് വരിക. 2ാമത്തെ ചോദ്യത്തിലേക്ക്: ചേർത്തെഴുതുക, ചേർത്തെഴുതുക, ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ. ചോദ്യം: ഇ പ്ലസ് അൾ. അപ്പൊ ഇ പ്ലസ് അൾ എന്നത് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും എന്നതാണ് അറിയേണ്ടത്, അല്ലെ? ഓപ്ഷൻ എയിൽ ഇതളുണ്ട്, ഓപ്ഷൻ ബിയിൽ ഇവളുണ്ട്, ഓപ്ഷൻ സിയിൽ ഇതുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഇയാളുണ്ട്. ഓക്കെ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് 31/2023 കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 2023, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് തൊട്ട് മുമ്പത്തെ ഡിഗ്രി പ്രിലിംസ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ചോദ്യമാണ്. ഓക്കെ, ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ ഉത്തരം അറിയുന്നവർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വരിക. ദെൻ അടുത്ത ചോദ്യം ഇതാണ്: കരിമ്പുക എന്ന പദം പിരിച്ചെഴുതുക. ചോദ്യം എങ്ങനെയാണ്: കരിമ്പുക എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എയിൽ കരി പ്ലസ് പുകയുണ്ട്, ഓപ്ഷൻ ബിയിൽ കരിമ്പ് പ്ലസ് പുകയുണ്ട്, ഓപ്ഷൻ സിയിൽ കരിമ്പ് പ്ലസ് ഉകയുണ്ട്, ഓപ്ഷൻ ഡിയിൽ കരി പ്ലസ് പുകയുണ്ട്, അല്ലെ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് 72/2023 സീനിയർ സൂപ്രണ്ടന്റ് മെയിൻ എക്സാം ആണ് 2023. ഓക്കെ അല്ലേ? അപ്പോൾ 4 പ്രീവിയസ് ചോദ്യങ്ങളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 4 ചോദ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന 4 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ 4 ചോദ്യങ്ങളും പൂർണ്ണമായും സന്ധിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഏത് സന്ധിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സന്ധിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സന്ധി കാര്യം പഠിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഒരു സെക്ഷനിൽ ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒരു സന്ധി കാര്യം. ആ സന്ധി കാര്യം വെച്ച് കുഞ്ഞു ചെറിയ ചില ടിപ്സ്. ഓക്കെ, അതിന് എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ തുടങ്ങുന്ന ചെറിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് സന്ധി എന്നറിയണം. മക്കളെ ശ്രദ്ധിച്ചേ, എന്താണ് സന്ധി? സന്ധി എന്ന വാക്കിന് ആക്ച്വലി ചേർച്ച എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്താ അർത്ഥം? ചേർച്ച. സന്ധി എന്നാൽ ചേർച്ച. പദങ്ങൾ തമ്മിലുള്ള ചേർച്ചയും വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയും, ഇവൻ നമുക്ക് അത് മാത്രമല്ല പലതരത്തിലുള്ള സന്ധി. ഇപ്പം ഞാൻ നിങ്ങളോട് സന്ധി ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി തരും? നിങ്ങൾക്കറിയാവുന്ന സന്ധികൾ ഏതൊക്കെയെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? സാർ, എനിക്ക് ആഗമസന്ധി അറിയാം, ആദേശസന്ധി അറിയാം, ലോപസന്ധി അറിയാം,
അല്ലെ ദ്വിത്വസന്ധി അറിയാം എന്നെനിക്ക് മറുപടി തരും. പക്ഷെ അതുകൂടാതെ ഒരുപാട് സന്ധികൾ നമുക്ക് ഇനിയും അറിയാം അല്ലെ. ശരീരത്തിൽ വരുന്ന വിജാഗിരസന്ധിയും കീലസന്ധിയും ഗോളരസന്ധിയും തുടങ്ങി നീളുന്ന വലിയൊരു സന്ധി വിഭാഗമുണ്ട്. രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഒക്കെ നീളുന്ന മനോഹരമായ സന്ധിയുണ്ട്. ഇനി നമുക്കറിയുന്ന എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടുന്ന ഒരു സന്ധിയുണ്ട്, ഒരു പ്രഭാത സന്ധിയും പ്രദോഷ സന്ധിയും. അതിനെ നമ്മൾ സന്ധ്യ എന്ന് വിളിക്കുന്നു അല്ലെ. വൈകിട്ടായി കഴിയുമ്പോൾ ഒരു സന്ധ്യയുണ്ട് അല്ലെ. അതേപോലെ തന്നെ പ്രഭാതത്തിൽ ഒരു സന്ധ്യയുണ്ട്. രാത്രിയും പകലും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടത്തെ പ്രഭാത സന്ധ്യ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പകല് രാത്രിക്കായി വഴിമാടിക്കൊടുക്കുന്ന പകലും രാത്രിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ധ്യയെ നമ്മൾ പ്രദോഷ സന്ധി അല്ലെങ്കിൽ പ്രദോഷ സന്ധ്യ എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറയുന്ന കോമൺ സന്ധ്യ. അപ്പോൾ എവിടെയായിരുന്നാലും സന്ധി എന്ന വാക്കിന് ചേർച്ച എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സന്ധി എന്ന വാക്കിന് എന്താ അർത്ഥം? ചേർച്ച എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മക്കളെ നോക്കി, ഇവിടെ സന്ധി എന്ന വാക്ക് ഞാൻ പറഞ്ഞു, സന്ധി എന്ന വാക്കിന് ചേർച്ച എന്നാണ് അർത്ഥം. വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച മാത്രമല്ല സന്ധി. പൊതുവെ നമ്മൾ സന്ധി പറയുമ്പോൾ എന്താ പറയാ? വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് സന്ധി എന്ന് പറയും. വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച അതോടൊന്ന് പറഞ്ഞു വരാം. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്നു, അവിടെയാണ് ആദ്യത്തെ സന്ധി സംഭവിക്കുക. മക്കളെ ക എന്ന അക്ഷരം രൂപം കൊണ്ടിട്ടുള്ളത് ക എന്ന ഒരു വ്യഞ്ജന വർണ്ണത്തോടൊപ്പം ആ എന്ന ഒരു സ്വരവർണ്ണം സന്ധി ചെയ്യുമ്പോഴാണ്. ഇനി കി എന്ന ശബ്ദം രൂപം കൊണ്ടിട്ടുള്ളത് ക് എന്ന വ്യഞ്ജന ശബ്ദത്തോടൊപ്പം അല്ലെങ്കിൽ വ്യഞ്ജന വർണ്ണത്തോടൊപ്പം ആ ഈ എന്ന അല്ലെ ഈ ആണ് അല്ലെ കി അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കി എന്ന ശബ്ദം ക് എന്ന വ്യഞ്ജന വർണ്ണത്തോടൊപ്പം ഈ എന്ന സ്വരവർണ്ണം സന്ധി ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ്. ഇനി മു എന്നാണ് എങ്കിൽ മ എന്ന വ്യഞ്ജന വർണ്ണത്തോടൊപ്പം ഉ എന്ന സ്വരവർണ്ണം സന്ധി ചെയ്യുന്നു. ഇനി പേ എന്നാണ് എങ്കിൽ പ എന്ന സ്വരവർണ്ണത്തോടൊപ്പം എ എന്ന ശബ്ദം അല്ലെങ്കിൽ എ എന്ന സ്വരവർണ്ണം സന്ധി ചെയ്ത് രൂപപ്പെടുന്നതാണ് സന്ധി. അപ്പൊ എന്ത് പറഞ്ഞാലും സന്ധി എന്ന പദത്തിന് ചേർച്ച എന്നേ അർത്ഥമുള്ളൂ. പൊതുവെ മലയാളത്തിൽ സന്ധി സംഭവിക്കുന്നത് വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്. ഓർത്തു വയ്ക്കുക, വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് സന്ധി. ഇനി പൊതുവെ വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച മാത്രമല്ല, ഈ ചേർച്ച കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് വർണ്ണവികാരവും കൂടി സന്ധി പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സന്ധി പ്രകരണമെന്നും ബാക്കി ഇതുമായിട്ടുള്ള വർണ്ണവികാരത്തെക്കുറിച്ചും മറ്റ് സന്ധി കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ പറഞ്ഞു വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ച മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും കുറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇനി വർണ്ണങ്ങൾ ചേർന്ന അക്ഷരങ്ങളും, അപ്പൊ ഞാൻ ഈ പറഞ്ഞു കണ്ടോ, രണ്ട് വർണ്ണം, ഒരു വ്യഞ്ജന വർണ്ണവും ഒരു സ്വരവർണ്ണവും. ഇനി ഇതിനപ്പുറത്തേക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേർന്ന് ഒരു അക്ഷരം ഉണ്ടാകുന്നു. വർണ്ണങ്ങൾ ചേർന്ന അക്ഷരങ്ങളും ഈ അക്ഷരങ്ങൾ ചേർന്ന പദങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ക എന്ന അക്ഷരത്തോടൊപ്പം ല എന്ന അക്ഷരം ചേരുമ്പോൾ കല എന്ന പദം കിട്ടി അല്ലെ. ക എന്ന വർണ്ണത്തോടൊപ്പം ആ ചേരുമ്പോൾ കാ കിട്ടി. അതിനോടൊപ്പം ല എന്ന വർണ്ണത്തോടൊപ്പം ആ ചേരുമ്പോൾ ലാ കിട്ടി. ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയപ്പോൾ കല എന്ന ശബ്ദം കിട്ടി. അപ്പോൾ വർണ്ണങ്ങൾ ചേർന്ന അക്ഷരം ഉണ്ടാകുന്നു, അക്ഷരങ്ങൾ ചേർന്ന പദങ്ങൾ ഉണ്ടാകുന്നു, പദങ്ങൾ ചേർന്ന വാക്യങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ എൻ്റെ പോയിന്റ് ഇതാണ്. അപ്പൊ ഏറ്റവും ബേസ് ആണ് ഈ പറയുന്ന സന്ധിയിലെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. സന്ധി ഏറ്റവും പ്രധാനമാണ്. ഇവയിൽ ഓരോന്നിലും സന്ധിയുണ്ട് അല്ലെ. ചേർച്ചയാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സന്ധി നിർണയിക്കുന്നത് എപ്പോഴും ഓർക്കുക, സന്ധി നിർണയിക്കുന്നത് വർണ്ണമാറ്റം അനുസരിച്ചാണ്. സന്ധി നിർണയിക്കുന്നത് എങ്ങനെയാ? വർണ്ണമാറ്റം അനുസരിച്ച്. ഈ വർണ്ണമാറ്റം അനുസരിച്ചുള്ള സന്ധി നിർണയത്തെ മലയാള സന്ധി എന്ന് വിളിക്കുന്നു. വർണ്ണമാറ്റം അനുസരിച്ചുള്ള സന്ധി നിർണയത്തെ എന്ത് വിളിക്കുന്നുണ്ട്? മലയാള സന്ധി എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നാണ് സന്ധി ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് വർണ്ണങ്ങൾ ചേർന്ന് സന്ധി ചെയ്യുന്നു അല്ലെങ്കിൽ സന്ധി സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തിരു പ്ലസ് ആതിര എന്ന പദം. ഇപ്പൊ PSC പലപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു പദം കൂടിയാണ് ഈ പറയുന്ന ഒരു പദം. തിരു പ്ലസ് ആതിര. ഇത് ചേർത്തെഴുതുന്നു എന്ന് കരുതുക. നിങ്ങൾക്കറിയാം തിരുവാതിര എന്ന് കിട്ടും. എനിക്കും അറിയാം എടുക്കുക. ഓക്കെ. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്ധി എപ്പോഴും സംഭവിക്കുന്നത് ഇതിലെ ഉ എന്ന വർണ്ണത്തിനും ആ എന്ന വർണ്ണത്തിനുമാണ്. അതായത് ഇതിലെ ഉ എന്ന ശബ്ദം ഈ വരുന്ന ആ എന്ന ശബ്ദത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ചേരുന്ന സമയത്ത് അവിടെ വ് എന്നൊരു വർണ്ണം വന്നു ചേരുന്നു. അത് വന്നു ചേർന്നാണ് തിരുവാതിര എന്ന് കിട്ടുന്നത്. തിരുവാതിര ഇങ്ങനെ കിട്ടും
അല്ലെ? അതായത് സത്യത്തിൽ ഇവിടെ എന്ത് ചെയ്തു, ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിലാണ് ചേരുന്നത്. അപ്പൊ ഈ വർണ്ണമാറ്റത്തെയാണ് നമ്മുടെ സന്ധി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ സന്ധിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ വർണ്ണമാറ്റമാണ്. ഇത്തരത്തിലുള്ള വർണ്ണമാറ്റങ്ങളെ മലയാള സന്ധി എന്നാണ് നമ്മൾ കൂടുതലായി പറയാറുള്ളത്. മലയാള സന്ധി ഏതൊക്കെയാണ് മലയാള സന്ധി എന്ന് നോക്കാം. അതിൽ 4 സന്ധികളുണ്ട്. 1 ആഗമസന്ധി, 2 ദ്വിത്വസന്ധി, 3 ലോപസന്ധി, 4 ആദേശസന്ധി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ആദ്യത്തെ ആഗമസന്ധി, നമുക്ക് ആഗമസന്ധി എന്താണ് എന്നൊന്ന് നോക്കി വരാം. ആഗമസന്ധി 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നത് ആഗമസന്ധി. മക്കളെ ഓർത്തു വെക്കുക, 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നത് ആഗമസന്ധി. ഓക്കെ, കൂടുതലായും വന്നു ചേരുന്ന വർണ്ണങ്ങൾ വ്, യ്, ന് എന്നീ ശബ്ദങ്ങളായിരിക്കും. ഏതൊക്കെയായിരിക്കും? വ്, യ്, ന്. അല്ലെങ്കിൽ നിങ്ങൾ വായാന എന്ന് ഓർമ്മിച്ച് വെച്ചാലും മതി. വ് അല്ലെങ്കിൽ വ്, യ്, ന് ഈ ശബ്ദങ്ങളായിരിക്കും കൂടുതലായും വന്നു ചേരുക. ഓക്കെ അല്ലേ? നിങ്ങൾ ഇത് ഈ ചന്ദ്രക്കലയില്ലാതെ വായാന എന്ന് പഠിച്ചു വെച്ചാലും മതി. വായാന. ഓക്കെ, ഒരു വാക്കിൽ വായാന എന്നീ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഗമസന്ധിയിലുള്ള പദമായിരിക്കും എന്ന് ഓർത്തെടുക്കാം. ഓക്കെ, അല്ല എങ്കിൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നു, അത് ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. തിരു പ്ലസ് ഓണം. തിരു പ്ലസ് ഓണം, ഇതാണ് ഒന്നാമത്തെ വാക്ക്. തിരു പ്ലസ് ഓണം. മക്കളെ ഇവിടെ ഈ ഉകാരം ഓ എന്ന ശബ്ദത്തോടൊപ്പം ചേർന്ന് അവിടെ എന്ത് വരുന്നുണ്ട്? പ്ലസിന് മുമ്പ് ഉകാരവും അതിനുശേഷം വരുന്നത് ഓ തുടങ്ങിയുള്ള ശബ്ദങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ വാ ആയിരിക്കും വരിക. വാ. അത് ചേർത്തെഴുതുമ്പോൾ തിരുവോണം എന്ന് കിട്ടും. കണ്ടോ? തിരുവോണം എന്ന് കിട്ടും. ഇത് ആഗമസന്ധിയാണ്. എന്ത് വന്നു? വാ വന്നു. ഓക്കെ, ഇനി അടുത്തത് കരി പ്ലസ് ഇല. ഞാൻ ഇവിടെ എഴുതാം. കരി പ്ലസ് ഇല. 2 ഇകാര ശബ്ദങ്ങളാണ്. 2ഉം ഇകാര ശബ്ദങ്ങളാണ്. അപ്പോൾ അതിൽ യാ ആയിരിക്കും വരിക. യാ അല്ലെ? അപ്പൊ കരി പ്ലസ് ഇല, കരിയില എന്ന് കിട്ടി. കരിയില, കരിയില. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, ഇനി ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഒരു കുഞ്ഞു ട്രിക്ക് കൂടെ, ഞാനത് ആദ്യമേ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു ട്രിക്കല്ല, ഒരു കുഞ്ഞുടായ്പ. ഈ കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് പിരിച്ചെഴുതുക എന്നുള്ള ഭാഗത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തിരു പ്ലസ് ഓണം. കണ്ടോ? തിരുവോണം. അതായത് ഇവിടെ എന്ത് ചെയ്തു? വാ എന്ന ശബ്ദം നമ്മൾ പുതുതായി കൊടുത്തതല്ലേ? വാ എന്ന ശബ്ദം നമ്മൾ പുതുതായി കൊടുത്തതല്ലേ? ആ കൊടുത്ത പദം അങ്ങ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിരിച്ചെഴുതാൻ കിട്ടില്ലേ? ഇത് നോക്കിയേ, തിരുവോണം എന്ന പദം. തിരുവോണം എന്ന പദം, ഇതിൽ നമ്മൾ കൊടുത്ത വാ എന്ന ശബ്ദത്തെ, അപ്പൊ ഇവിടെ തിരു പ്ലസ് ഓണത്തിൽ വാ കൊടുത്തപ്പോൾ, അതായത് വ് എന്ന ശബ്ദം കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു? അത് ചേർത്തെഴുതാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത വ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം. തന്നിരിക്കുന്ന പദത്തിലെ വ് എന്ന ശബ്ദം കട്ട് ചെയ്യുക. വ് എന്ന ശബ്ദം കട്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു പ്ലസ് വെച്ച് കൊടുക്കുക. ഒരു പ്ലസ് കൊടുക്കുക. ഇനി അവിടെ ഉള്ള ചിഹ്നം ഏതാണോ, അതായത് വ അല്ലെങ്കിൽ യ അല്ലെങ്കിൽ ന എന്നതിൻ്റെ കൂടെയുള്ള ചിഹ്നം ഏതോ ആ ചിഹ്നത്തെ സ്വരമാക്കി എഴുതുക. കഴിഞ്ഞു. ഓക്കെ, അത് തന്നിരിക്കുന്ന പദത്തിൽ വ യ ന, അതായത് വ യ ന എന്ന ശബ്ദങ്ങളാണ് ഉള്ളതെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ആ വ അല്ലെങ്കിൽ യ അല്ലെങ്കിൽ ന എന്ന ശബ്ദത്തെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചിഹ്നം എന്താണോ അത് പ്ലസ് ഇട്ടതിന് ശേഷം കൊടുക്കുക. ഓക്കെ, ഇനി കരിയില എന്ന വാക്കിലേക്ക് നോക്കാം. നമുക്ക് കരിയില. കണ്ടോ? കരിയില ഇതല്ലേ വാക്ക്? നമുക്ക് ഈ കരിയില എന്നുള്ള ഇതേപോലെ പിരിച്ചെഴുതണം. പിരിച്ചെഴുതാൻ ചെയ്യേണ്ട ഇത്ര മാത്രം, ആ യായ അങ്ങ് ക്യാൻസൽ ചെയ്തു, അവിടെ പ്ലസ് വെച്ചു. ഇനി യായുടെ ചിഹ്നം ഏതാ? ഈ. അത് അതേപോലെ അങ്ങ് വെച്ചു. എളുപ്പമല്ലേ? നൈസ് പരിപാടിയില്ലേ മക്കളെ? ഈ റൂള് തെറ്റില്ല. ധൈര്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ റൂൾ ഒരു വാക്കിലും തെറ്റില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. സംഭവം സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത റൂള് ഇതൊക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ചേർത്തെഴുതാൻ ചോദിക്കുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട്. അതുകൂടെ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം നമുക്ക്. ചേർത്തെഴുതുമ്പോൾ ആഗമസന്ധിയിലാണേ. ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇമ്പ, ഇന്ത, ഇഞ്ച, ഇണ്ട. ഇങ്ക, ഇന്ത, ഇമ്പ, ഇഞ്ച, ഇണ്ട എന്നീ ശബ്ദങ്ങളാണ് സന്ധിയിൽ വരുന്നതെങ്കിൽ ഭൂരിഭാഗം ശബ്ദങ്ങളും, വീണ്ടും പറയാം, ഭൂരിഭാഗം ശബ്ദങ്ങളും ആഗമസന്ധിയായിരിക്കും. ഓക്കെ, ഇവ വന്നാൽ ഭൂരിഭാഗം ശബ്ദങ്ങളും ആഗമസന്ധിയായിരിക്കും. അതെങ്ങനെ എന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് നോക്കിയേ. ഇത് ങ എന്ന ശബ്ദം. ങ, ങ, ഞ, ന, ന, മ. ങ, ഞ, ണ, ന, മ. അതായത് ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ. അതായത് നമ്മുടെ ഈ പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങളിലെ
അനുനാസിക ശബ്ദങ്ങൾ. ഈ അനുനാസിക ശബ്ദങ്ങൾക്ക് അതിന് ചന്ദ്രക്കലയോടെ കൊടുത്തോണം. ഈ അനുനാസിക ശബ്ദങ്ങൾ അതാതു ശബ്ദങ്ങളുടെ ഖരവർണ്ണത്തോടൊപ്പം ചേരുമ്പോൾ ങ കായോടും ഞ ചായോടും ന ഡായോടും ന തായോടും മ പായോടും ചേരുകയാണെന്ന് കരുതുക. അങ്ങനെ ചേരുന്ന സമയത്ത് എന്ത് കിട്ടുന്നു? ഈ കാണുന്ന കൂട്ടക്ഷരങ്ങൾ കിട്ടും. ഒന്ന് നോക്കിയേ, ങ എന്ന ശബ്ദം കായോടൊപ്പം ചേരുമ്പോൾ എന്ത് കിട്ടും? ങ അല്ലെ, ങ എന്ന് കിട്ടും. ഓക്കെ. ഇനി ഞാച്ച, ഞാ എഴുതാമെന്ന് ച ഇഞ്ച, ഞാച്ച ഇഞ്ച. ഇനി നാട്ട, ന ഡ ഇണ്ട അല്ലെ, ന ഡ ഇണ്ട. ഇത് കേൾക്കുന്ന സമയത്ത് ഈ നമ്മുടെ ബാഹുബലി സിനിമയിലെ കാലകേന്റെ ഭാഷയായിട്ടൊന്നും തോന്നിക്കളയരുത്. ഓക്കെ, ആ ശബ്ദങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ ഏതൊക്കെ രൂപം കൊണ്ടത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്, അമ്മാതിരി എളുപ്പമാണ് അത്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയേ, നായിണ്ടായും ഇണ്ട അല്ലെ. ഇനി നായിന്തായും ഇന്ത, ഞാ എഴുതാമെന്ന് ആ ഞായുടെ കൂടെ താവ ചിന്ത കിട്ടി. ഇനി മ പ മ എഴുതാമെന്ന് mbा എഴുതി, ഇമ്പ ഇമ്പ അല്ലെ. അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, ഈ ശബ്ദങ്ങളൊക്കെ രൂപം കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, പൂവധികം കാറ്റ, പൂവധികം കാറ്റ. മക്കളെ നോക്കിയേ, പൂവധികം കാറ്റ് എന്ന ശബ്ദം നമുക്ക് ചേർത്തെഴുതാം. പൂവധികം കാറ്റ് എന്ന ശബ്ദം നമ്മൾ ചേർത്തെഴുതുമ്പോൾ പൂങ്കാറ്റ് എന്ന് കിട്ടും. പൂങ്കാറ്റ്. ഇതും ആഗമസന്ധിയാണ്. കാണുമ്പോൾ ആദേശസന്ധി പോലെ തോന്നും, എടുക്കരുത്. ആദേശസന്ധിയിലും ഇങ്ക ഇഞ്ച ഇണ്ട ഇന്തമ്മ വരുന്നുണ്ട്, പക്ഷെ ഇത് ആദേശമല്ല, ആഗമസന്ധിയാ. പലർക്കുമുള്ള കൺഫ്യൂഷനാണ് ഇത് ഏത് സന്ധി എന്നുള്ളത്. ഇത് ആഗമസന്ധിയാ. ഇനി പുളിയധികം കുരു, പുളിങ്കുരു, 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 പുളിങ്കുരു. 2017 കേരള PSC നടത്തിയ LDC എക്സാമിൻ്റെ ബൈ ട്രാൻസ്ഫർ ചോദ്യപേപ്പറിലെ ചോദ്യമാണത്. സോ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, പുളിയധികം കുരു, പുളിങ്കുരു. ഇനി കരിയധികം പന, കരിമ്പന, കരിമ്പന, കരിമ്പന. ഓക്കെ അല്ലേ, കരിമ്പന. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈ പറയുന്ന ആഗമസന്ധിയാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ കൂടെ അറിയണം അല്ലെ. എങ്ങനെ പിരിച്ചെഴുതാം? ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ ഈ പറഞ്ഞ പൂങ്കാറ്റ് എന്ന പദം ഞാൻ എടുക്കുന്നു, പൂങ്കാറ്റ്. മക്കളെ നോക്കിയേ, നമുക്ക് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ എന്നീ ശബ്ദങ്ങൾ വന്നാൽ ആഗമസന്ധിയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്തമ്പകളും ആഗമസന്ധി അല്ല, എല്ലാമല്ല. കാരണം ചെഞ്ചോര, ചെമ്പട്ട്, ചെണ്ടാമര പോലുള്ള വാക്കുകളുണ്ട്, അതൊന്നും ആഗമത്തിലല്ല. അതിന് ഞാൻ ഈ പറയുന്ന റൂള് ബാധകവുമല്ല, ഞാനത് ആദ്യമേ സൂചിപ്പിക്കുന്നു. മക്കളെ നോക്കിയേ, പൂങ്കാറ്റ് പോലുള്ള ഒരു പദമാണ് വന്നതെങ്കിൽ ഈ ഇങ്ക കട്ട് ചെയ്യുക. ഇനി ഇങ്ക എന്ന് പറയുന്നത് ങ് പ്ലസ് ക അല്ലേ. ആ ഇങ്ക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ ഖരവർണ്ണങ്ങളെ പകരം വെക്കണം. അതായത് ഇങ്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഖരവർണ്ണം ആരാണ്? ക. ആ ക എഴുതി പ്ലസ് ഇട്ടോണെ, പ്ലസ് ഇട്ടിട്ട് ക എഴുതി ചിഹ്നം അതേപോലെ കൊടുത്തു, പൂ പ്ലസ് കാറ്റ്. സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ പുളിങ്കുരു നോക്കിയേ, പുളിങ്കുരു, പുളിങ്കുരു. ഇതല്ലേ വാക്ക്? ഇങ്കയാണ് ഇവിടെയും. ആ ഇങ്ക കട്ട് ചെയ്യുക, കട്ട് ചെയ്യുന്നിടത്തൊരു പ്ലസ് ഇടുക, പ്ലസ് ഇട്ടിട്ട് ഇങ്ക, ഇങ്ക. ഇങ്ക തീരുന്ന ഏത് ഖരവർണ്ണത്തിലാണ്? കായിൽ. കായും ഊടയാളം ഇട്ടു, കുരു, കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? നൈസ് പരിപാടിയല്ലേ? ഇനി അതേപോലെ കരിമ്പന നോക്കാം നമുക്ക്. കരിമ്പന, ഇതല്ലേ വാക്ക്? കരിമ്പന. ഇമ്പയാണ്, ഇമ്പയുണ്ട്, ഇമ്പ കട്ട് ചെയ്തു, അവിടെ ഒരു പ്ലസ് ഇട്ടു, എന്നിട്ട് ഇമ്പ എന്ന് പറയുമ്പോൾ മ പ്ലസ് പ അല്ലേ, പ, പ. ആ പ അതേപോലെ എഴുതുക, വേറെ ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ പരിപാടിയല്ലേ? എത്ര വലിയ വാക്ക് നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു കുഞ്ഞു റൂളൂടെ പറഞ്ഞ് ഒരു കുഞ്ഞു കാര്യം കൂടെ. പൊതുവേ ഇതങ്ങനെ അധികം അധ്യാപകർ പറയാൻ നിൽക്കാറില്ല, കാരണം ഇത് പലപ്പോഴും PSC നമ്മളെ കുട്ടികളെ പറ്റിച്ച് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ച് പാടുള്ളതുകൊണ്ട് തന്നെ പലരും പറയാൻ നിൽക്കാറില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്നല്ലേ പറ്റൂ മക്കളെ. എന്താ നോക്കിയേ, ഒരക്ഷരത്തിലോ രണ്ടക്ഷരത്തിലോ വരുന്ന വാക്കിൻ്റെ തൊട്ടടുത്തായി യ, വ് എന്നീ വർണ്ണങ്ങൾ ചേർന്നാൽ, യ, വ് എന്നീ വർണ്ണങ്ങൾ ചേർന്നാൽ അവയും ആഗമസന്ധി ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഒന്നോ രണ്ടോ അക്ഷരമുള്ള പദങ്ങളുടെ കൂടെ യ, വ് എന്നീ ശബ്ദങ്ങൾ ചേർന്ന് അർത്ഥമുള്ളൊരു പദം കിട്ടുന്നെങ്കിൽ അതും ആഗമസന്ധിയ. ഇത് ഓർത്ത് വെച്ചോണം. എക്സാമ്പിളാണ് തീ പ്ലസ് യ. മക്കളെ, തീ എന്ന ശബ്ദം ഇൻഡിപെൻഡൻ്റായി നിൽക്കുമ്പോഴും കറക്റ്റ് അർത്ഥം തീ അല്ലെ. തീ, തീ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫയർ, തീ അല്ലെ. തീ എന്ന ശബ്ദത്തോടൊപ്പം യ ചേരുന്ന സമയത്ത് എന്ത് കിട്ടുന്നു? തീയെന്ന് കിട്ടുന്നു, തീയ് അല്ലെ. നമ്മൾ തീയെന്നും പറയും, തീയെന്നും പറയും, രണ്ടിനും ഒരേ അർത്ഥമുള്ള പദവും കിട്ടി, അതും ആഗമസന്ധി. ഇനി രാ, രാത്രി എന്നർത്ഥം വരുന്ന പദമാണ് രാ. ആ രാ എന്ന പദത്തിനോടൊപ്പം വ് ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? രാവ് എന്ന പദം വരുന്നത്, അതും ആഗമസന്ധിയ. മാതാ അല്ലെ, അമ്മ. മാതാ എന്ന ശബ്ദത്തോടുകൂടെ
വ് ചേരുന്ന സമയത്ത് മാതാവ് എന്ന് കിട്ടുന്നു, അതും ആഗമസന്ധിയ. അടുത്ത പദം നേത എന്നതാണ്. മക്കളെ നോക്കിയേ, നേത എന്ന പദത്തിനോടൊപ്പം വ് ചേർന്നിരുന്നാൽ എന്ത് കിട്ടും നമുക്ക്? നേതാവ് എന്ന് കിട്ടുന്നു. നേതാവ്, നേതാവ്. ഇവിടെ നോക്കിയേ, ഇവിടെ പ്ലസിന് മുമ്പ് ഒരക്ഷരം, അർത്ഥമുള്ള അക്ഷരം. തീ എന്ന് പറഞ്ഞാലും അർത്ഥമുണ്ട് അല്ലെ? തീ എന്ന് പറഞ്ഞാലും അർത്ഥമുണ്ട്. അത് ചേർന്ന് രൂപം കൊള്ളുന്ന തീ എന്ന പദത്തിനും അർത്ഥമുണ്ട് അല്ലെ? രണ്ടും ഒരേ അർത്ഥമാണ്. ഇനി രാവ് എന്നതിലെ രാ എന്ന പദം ഇൻഡിപെൻഡൻ്റ് ആയി നിന്നാലും ഒരുമിച്ച് ചേർന്നാലും അർത്ഥമുണ്ട്. ഇനി മാതാ എന്ന പദവും അത് ചേർന്ന് വരുന്ന മാതാവ് എന്ന പദത്തിനും അർത്ഥമുണ്ട്. ഇനി അതേപോലെ നേതാ എന്ന പദത്തിനും അത് ചേർന്ന് വരുന്ന നേതാവ് എന്ന പദത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ശബ്ദങ്ങളും ആഗമസന്ധിയാണ്. ഓർത്ത് വെച്ചണം, ഇതും നമുക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതിനകത്തുള്ളൊരു ഭാഗമായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ എന്നുള്ളൂ. ഇത് മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, പഠിച്ചു വെച്ചോണം. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളെ പിരിച്ചെഴുതേണ്ട രീതി കൂടെ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം പറഞ്ഞ പദത്തിലേക്ക് തന്നെ വരാം. തിരുവോണം, ഇതാണ് വാക്ക്. തിരുവോണം, തിരുവോണം. ഇങ്ങനെ ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ പിരിച്ചെഴുതുക. PSC ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ അല്ലേ? തിരുവോണം എന്ന പദം എന്ത് ചെയ്യുക? പിരിച്ചെഴുതുക. ഇത് പിരിച്ചെഴുതണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യുക. ഈ വാ എന്ന പദം, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദത്തിൽ വ, യ, ന ഈ ശബ്ദങ്ങളാണ് നോക്കുന്നത്. അതായത് വോ എന്ന ശബ്ദം വ പ്ലസ് ഓയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലെ വാ കട്ട് ചെയ്തു. ഇനി അവിടെ പ്ലസ് കൊടുക്കുക, പ്ലസ് കൊടുത്തിട്ട് അതിനുശേഷം മിച്ചമുള്ള ചിഹ്നം ഓ, അത് അതേപോലെ ഇടുക. കഴിഞ്ഞു ജോലി, കഴിഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങളിലേക്ക് വരാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇതാ നോക്കിയേ, ഇവിടെ എങ്ങനെ ചെയ്താൽ മതി നമുക്ക്? ആ പദം ഇതാണ്. ചോദ്യം കാട്ടിനേൻ എന്ന പദമാണ്. കാട്ടിനേൻ, കാട്ടിനേൻ എന്ന പദം ഞാൻ ഒന്നുകൂടെ എഴുതെഴുതുന്നു. കാട്ടിനേൻ, ഇതാണ് വാക്ക്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. അവിടെ ഏതൊക്കെയാ പറഞ്ഞത്? വ, യ, ന അല്ലെ? വ, യ, ന ഇവയാണുള്ളതെങ്കിൽ ഇവ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കട്ട് ചെയ്യുക, അവിടെ പ്ലസ് കൊടുക്കുക, അതിനുശേഷം ചിഹ്നം എഴുതിക്കൊടുക. ഇവിടെ നേ ഉണ്ട്, ആ നാ കട്ട് ചെയ്യുന്നു, പ്ലസ് ഇട്ടു, ചിഹ്നം ഏതാണ്? എ. അത് അതിനുശേഷം ഏൻ, കാട്ടി പ്ലസ് ഏൻ, കാട്ടി പ്ലസ് ഏൻ, കാട്ടി പ്ലസ് ഏൻ. ഇതാ കിടക്കുന്നു നമ്മുടെ ഉത്തരം അല്ലെ? കാട്ടി പ്ലസ് ഏൻ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു മാർക്കാണ്. കണ്ടോ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു മാർക്കാ നമ്മൾ ഈ പറഞ്ഞ ഈ വ എന്ന ശബ്ദം കൊണ്ട് കിട്ടിയത്. സിമ്പിൾ പരിപാടിയിലെ, ചുമ്മാ കൺഫ്യൂഷൻ ആവേ വേണ്ട, നൈസായിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അപ്പോൾ ഉത്തരം കിട്ടി. കാട്ടി പ്ലസ് ഏനാണ് കാട്ടിനേൻ. ഇനി അവിടെ അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം നമുക്ക്. ചോദ്യം നോക്കിയേ, അവൻ. ഞാൻ ഈ പറഞ്ഞ പോലെ എക്സൈസ് ഇൻസ്പെക്ടറിന് തുടങ്ങി എത്രയോ പരീക്ഷകളിൽ LD പരീക്ഷകളിലാണെങ്കിൽ എന്താണ് എണ്ണിയാൽ ഉണങ്ങാത്തത്ര പരീക്ഷകൾ ചോദിച്ചു. ഞാൻ LD ചോദ്യപേപ്പറുകൾ എടുക്കാഞ്ഞിട്ടാണ്. നോക്കിയ മക്കളെ, ഇവിടെ ഒരുപാട് ചോദ്യപേപ്പറുകൾ ചോദിച്ച പദമാണ് അവൻ പിരിച്ചെഴുതണം. ചെയ്യേണ്ടത് ഇത്ര മാത്രം, യ അല്ലെങ്കിൽ വ, യ, ന ഇതാണ് വാക്കുകൾ. ഇതിനെ കട്ട് ചെയ്താൽ മതി. ഇവിടെ വായുണ്ട്, അത് കട്ട് ചെയ്യുന്നു, പ്ലസ് ഇട്ടു. വാ എന്ന് പറയുമ്പോൾ വ പ്ലസ് ആയല്ലേ വാ എന്ന് പറയുന്നത്. അതിലെ വ കട്ട് ചെയ്താൽ മിച്ചം എന്തുണ്ട്? ആ, അത് പ്ലസിന് ശേഷം വെച്ചു. ആ അധികം അൻ അവൻ, ആ അധികം അൻ അവൻ. നടക്കുന്ന ഉത്തരം ആ അധികം അൻ. അപ്പൊ ഈ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ചോദ്യം സെറ്റാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. ചോദ്യം ചേർത്തെഴുതുക. ഈ അധികം അൾ അല്ലെ? അതായത് ഈ എന്ന ശബ്ദത്തോടൊപ്പം ആ ചേരുന്നു. അവിടെ എന്ത് കൊടുത്താൽ മതി? വാ കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇവൾ എന്ന് കിട്ടും. ഇവൾ. നടക്കുന്ന ഉത്തരം ഇവൾ അല്ലെ? ഡിഗ്രി പ്രിലിംസിന്റെ 2023 ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദ്യം കിട്ടി, 1 മാർക്ക് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം കരിമ്പുക പിരിച്ചെഴുതാൻ പറഞ്ഞാൽ പലരും എഴുതുക കരിം പ്ലസ് പുക എന്നും കരി അധികം പുക എന്നും ഒക്കെയാണ് അല്ലെ? കരിമ്പുക പല രീതിയിൽ എഴുതും. ഇപ്പൊ കരിമ്പ് പ്ലസ് പുക എന്നൊക്കെ എഴുതുന്നവരുണ്ട് അല്ലെ? നമുക്കവിടെ എന്ത് ചെയ്യുന്നു നോക്കിയേ, കരിമ്പുക ഇതാണ് വാക്ക്. ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ ഈ ശബ്ദങ്ങളാണ് എങ്കിൽ ഇവ കട്ട് ചെയ്ത് അതിൻ്റെ തന്നെ ഖരവർണ്ണങ്ങൾ പ്ലസ് കൊടുക്കുക ക, പ്ലസ് കൊടുക്കുക ച, പ്ലസ് ഡ, പ്ലസ് ത, പ്ലസ് പ ഇതാണ് കൊടുക്കേണ്ടത്. അതായത് ഇമ്പയാണ് എങ്കിൽ പ്ലസ് കൊടുത്തു, വെട്ടി പ്ലസ് ഇട്ടു. അവിടെ ഇമ്പ എന്ന് പറയുമ്പോൾ മ പ പായല്ലേ ഖരവർണ്ണം, ആ പാ എഴുതി ചിഹ്നം വിട്ടു. പുക, കരി പ്ലസ് പുക.
ഓക്കെ അല്ലേ മക്കളെ? ഇത് നിങ്ങൾക്ക് അറിയുന്ന വഴി ഏതാണോ ആ വഴി ഫോളോ ചെയ്യുക, കുഴപ്പമില്ല. ഇനി ഇത് ചെയ്യാൻ അറിയാത്തവർ, ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന പിരിച്ചെടുത്ത് അറിയാത്തവർ മാത്രം ഞാൻ ഈ പറയുന്ന വഴി ഫോളോ ചെയ്താൽ മതി. ഓക്കെ, വേറെ ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട, വേറെ പ്രയാസമൊന്നും വിചാരിക്കേണ്ട, ഓർത്ത് വയ്ക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനൊന്നും മാറ്റണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇങ്ങനൊരു കുഞ്ഞു ട്രിക്ക് കൂടെ ഉണ്ട്. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റ് ചില ചോദ്യങ്ങൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു വരാം നമുക്ക്. ഇപ്പൊ താളിയോല എന്ന പദം അല്ലെ, താളിയോല മക്കളെ നോക്കിയേ, താളിയോല. ഈ താളിയോല പിരിച്ചെഴുതാൻ ഇതിലെ യാ കട്ട് ചെയ്താൽ മതി അല്ലെ, യാ കട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു? താളി പ്ലസ് യാ കട്ട് ചെയ്താൽ ഓ അല്ലെ, ഓല. താളി പ്ലസ് ഓല. ഇനി തിരുവോണം എന്ന പദം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വാ കട്ട് ചെയ്തു, തിരു പ്ലസ് ഓണം എന്ന് കിട്ടി അല്ലെ, തിരു പ്ലസ് ഓണം അത് കിട്ടുന്നുണ്ടോ? ഇനി തിരുവനന്തപുരം, തിരുവനന്തപുരം എന്ന വാക്ക് ഇവിടെ നമ്മൾ എന്ത് കട്ട് ചെയ്യുന്നു? വാ കട്ട് ചെയ്യുന്നു. അപ്പോ തിരു പ്ലസ് വാ കട്ട് ചെയ്താൽ മിച്ചമുള്ള എന്താണ്? വെറും ആ മാത്രം, വ് അല്ലെ, വ്. നമ്മൾ പറഞ്ഞു വ് യ ന് ഇതല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ട് അവിടെ? അതുകൊണ്ട് അതില് വാ കട്ട് ചെയ്തു, അപ്പൊ ആ കിട്ടി. തിരു പ്ലസ് അനന്തപുരം, അനന്തപുരം കിട്ടി. ഇനി കുഴിയാന, കുഴിയാന ഇതിലെ യാ കട്ട് ചെയ്തു, ആ അടയാളം മാത്രം എടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടുന്നു? കുഴി പ്ലസ് ആന. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അവൾ എന്ന ശബ്ദം, അവൾ എന്ന ശബ്ദത്തിലെ വ അല്ലെ, ആ മാത്രം എടുത്താൽ മതി. ആ അധികം അൾ, ആ അധികം അൾ. ഇനി അവൻ എന്ന ശബ്ദത്തിലോ അന്ന മാത്രം എടുത്താൽ മതി, ആ. ഓക്കെ, ആ അധികം അൻ, ആ അധികം അൻ. അവർ എന്നാണെങ്കിലോ ആ അധികം അർ, ആ അധികം അർ. ഇവിടെ ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിച്ചേ, ആ അധികം അൾ, ആ അധികം അൻ, ആ അധികം അർ അല്ലെ. ഈ അള്ളെന്നത് പുല്ലിംഗ സ്ത്രീലിംഗ പ്രത്യയം, സ്ത്രീ ശബ്ദം അള്ള സ്ത്രീലിംഗ പ്രത്യയം, അന്ന് പുല്ലിംഗ പ്രത്യയം. അതും ഓർമ്മയിരിക്കട്ടെ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത സെറ്റിലേക്ക് വരാം നമുക്ക്. അടുത്ത സെറ്റിൽ എന്തുണ്ട്? ഇവളുണ്ട് അല്ലെ, ഇവൾ. ഇവളാണ് എങ്കിൽ ഇവിടെയും വാ കട്ട് ചെയ്തു, വാ കട്ട് ചെയ്താൽ പ്ലസ് ആ അല്ലെ, ഈ അധികം അൾ, ഈ അധികം അൾ. ഇനി ഇവൻ എന്നാണ് എങ്കിലോ ഈ അധികം അൻ, ഈ അധികം അൻ. ഇവർ എന്നാണെങ്കിലോ ഈ അധികം അർ, ഈ അധികം അർ. അവിടമാണെങ്കിലോ വാ കട്ട് ചെയ്തു, പ്ലസ് ഇ വരണം അല്ലെ, ആ ഇട്ടു പ്ലസ് ഇ. കണ്ടോ, ഈ ലഭിച്ചുള്ളൂ, ഈ ഇടം. ഇനി ഇവിടം എന്നാണെങ്കിലോ വാ കട്ട് ചെയ്തു, ഈ അധികം ഇടം, ഇടം. എവിടം എന്നാണെങ്കിലോ വാ കട്ട് ചെയ്തു, എ അധികം, എ അധികം ഇടം അല്ലെ, എ അധികം ഇടം, എ അധികം ഇടം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ അവൻ പറഞ്ഞപ്പോൾ ആധികം അന്ന് പറഞ്ഞു, അവൾ പറഞ്ഞപ്പോൾ ആധികം അള്ളു പറഞ്ഞു, അതായത് ആ. ഇനി ഇവൻ പറഞ്ഞ സമയത്തും ഇവൾ പറഞ്ഞ സമയത്തും ഈ പറഞ്ഞു. ഓക്കെ, അവിടം, ഇവിടം, എവിടം. എവിടം പറഞ്ഞ സമയത്ത് എ പറഞ്ഞു അല്ലെ. നോക്കിയേ, ആ ഇ എ ഇതിനെ ചുട്ടെഴുത്തെന്ന് പറയും അല്ലെ. എന്ത് പറയും? ചുട്ടെഴുത്ത. ആ ഇ എ ചുട്ടെഴുത്ത്. അവിടെ, ഇവിടെ, എവിടെ. ആ ഇ എ ചുട്ടെഴുത്ത്. മറന്നുപോരുത്, ചൂണ്ടിപ്പറയുന്ന എഴുത്തിനെ ചുട്ടെഴുത്തെന്ന് പറയും. എൽ പി യു പി എക്സാമിനും HSI എക്സാമിനും KT2 എക്സാമിനും തുടങ്ങി നമ്മുടെ എന്താണ് ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ PSC പലപ്പോഴും സ്ഥിരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചുട്ടെഴുത്ത്. സോ അതും ഓർത്ത് വെക്കുന്നു, ചുട്ടെഴുത്ത്. ഇനി ആ അൻ അവൻ, ആ അൾ അവൾ, ഈ അൻ ഇവൻ, ഈ അൾ ഇവൾ. അതായത് ചുട്ടെഴുത്തും ലിംഗശബ്ദങ്ങളും അല്ലെങ്കിൽ ലിംഗപ്രത്യയം ചേർത്ത് രൂപപ്പെടുത്തിയ പദങ്ങൾ അതൊക്കെ. ട്രിക്ക് മനസ്സിലായ? ഓരോ വാക്ക് രൂപം കൊണ്ട വഴിയുണ്ടോ? അടിപൊളിയാണ്. ഇനി ഇവിടെ നോക്കിയേ, കയ്യാമം എന്ന പദം. ഞാൻ ആ വാക്ക് ഇവിടെ ഒന്നുകൂടെ എടുത്തെഴുതുകയാണ്. കയ്യാമം, കയ്യാമം. എപ്പോഴും ഓർത്ത് വെച്ചോണം, ഐ കഴിഞ്ഞ് വരുന്ന യാ എന്ത് ചെയ്യില്ല? ഇരട്ടിക്കില്ല. ഐ കഴിഞ്ഞ് വരുന്ന യാ എന്ത് ചെയ്യില്ല? ഇരട്ടിക്കില്ല. അത് ചിന്തയിലുണ്ടാകണം മക്കളെ. കയ്യാമം എന്ന വാക്ക് പിരിച്ചെഴുതാനേ വേറെ ഒന്നും ചെയ്യണ്ട. ഈ യാ കട്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ചിഹ്നം ഏതാ? ആ, കയ്യാമം. കണ്ടോ, കയ്യാമം എന്ന് എഴുതുമ്പോൾ യാക്ക് ഇരട്ടിപ്പൊന്നും വേണ്ട കേട്ടോ. കൈ അധികം ആമം, കയ്യാമം. അങ്ങനെയാണെങ്കിൽ കയ്യൊപ്പ്, കൈ അധികം ഒപ്പ്, ഒപ്പ്. കാരണം ഇവിടെ യാ കട്ട് ചെയ്തു, ഓടയാളം. ക്ലിയർ അല്ലേ? ചുമ്മാ കിട്ടില്ല ഈ വാക്കുകൾ. ഇനി അടുത്തൊരു വാക്ക് നോക്കിയേ,
ഈ വാക്കൊന്ന് നോക്കിയേ. കൈയെഴുത്ത്, കൈയെഴുത്ത് ഇവിടെയും സെയിം ആണ്. യാ കട്ട് ചെയ്തു, യാ കട്ട് ചെയ്തു. അപ്പോ കൈ അധികം ചിഹ്നം എ ആണ്, എഴുത്ത്, കൈയെഴുത്ത്. ഇനി കൈയക്ഷരത്തിൽ യാ കട്ട് ചെയ്തു, യാ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ എടുത്താൽ മതി. യാ മാത്രമേ ഉള്ളെങ്കിൽ ആ എടുത്താൽ മതി. സുഖമല്ലേ, എളുപ്പമല്ലേ അത്. കൈ അധികം അക്ഷരം, കൈയക്ഷരം. ഇനി തിരുവത്താഴം, തിരുവത്താഴം എന്ന പദം, തിരുവത്താഴം എന്താ നോക്കിയേ. തിരു അധികം അത്താഴം, തിരു അധികം അത്താഴം. എളുപ്പമല്ലേ. ഇനി നോക്കിയേ, എത്ര എത്ര, ഇവിടെ ഈ യായാണ്, യാ കട്ട് ചെയ്തു, ചിഹ്നം എ ആണ്. അപ്പോ എത്ര പ്ലസ് എത്ര, എത്ര പ്ലസ് എത്ര. ഇനി ഉണ്ണിയുടെ, ഉണ്ണി പ്ലസ് യാ, യാ 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 കട്ട്. അപ്പോ ഊടയാളം ഉണ്ണി പ്ലസ് ആ ഊടയാളത്തെ സ്വരമാക്കുമ്പോൾ ഉടേ, ഉണ്ണിയുടെ, ഉണ്ണി പ്ലസ് ഉടേ. ഇനി അമ്മയോട് യാ കട്ട് അല്ലെ, ചിഹ്നം ഓയാണ്. അപ്പോ അമ്മ പ്ലസ് ഓട്, അമ്മ പ്ലസ് ഓട്. ഇനി പാതയോരമാണെങ്കിലോ യാ കട്ട്, അവിടെ എങ്ങനെ കൊടുക്കണം നമുക്ക്. പാത, പാത പ്ലസ് പാത പ്ലസ് ഓരം, പാത പ്ലസ് ഓരം. ഓക്കെ അല്ലെ. ഇനി പുകയിലയാണെങ്കിലോ യാ കട്ട് അല്ലെ, യാ കട്ട്, പുക പ്ലസ് ഇല, പുക പ്ലസ് ഇല. സെറ്റ് അല്ലേ. എന്ത് എളുപ്പത്തിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇനി ഒരു സെറ്റ് കൂടെ നോക്കിയേ, ഈ ചോദ്യം കൂടെ ഒന്ന് നോക്കിയേ. ഇവിടെ ചോദ്യം നോക്കിയേ, പൂവമ്പൻ എന്ന പദം, പൂവമ്പൻ, വാ എന്ന ശബ്ദം. ഇവിടെ ഇമ്പ, ആ പദത്തിലെ ഇമ്പ എടുക്കരുത്, ആ പദത്തിലുള്ള ഇമ്പ നമുക്ക് വേണ്ട, പകരം വായാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം ആദ്യം വന്നിരിക്കുന്ന വായ, ആ വാ എന്ന ശബ്ദം എടുക്കുന്നു. അപ്പോൾ പൂ പ്ലസ് അമ്പൻ എന്ന് കിട്ടും, പൂ പ്ലസ് അമ്പൻ. ഇനി പോകുന്നു എന്ന പദമാകുമ്പോഴോ, പോകുന്നു എന്ന പദം അല്ലെ, പോകുന്നു, നമ്മൾ പോകുന്നു എന്നാ പറയുക അല്ലെ. പോകുന്നു എന്ന ശബ്ദവും പോകുന്നു എന്ന ശബ്ദവും സെയിം ആണ്, സോർത്ത് വെക്കുന്നു. പോ അധികം ചിഹ്നം ഊടയാളമാണ്, ഒന്നു, പോ അധികം ഒന്നു. ഇനി ഇവിടെ ഭൂവുടമ, ഇവിടെ വാ കട്ട് ചെയ്യുന്നു, ഭൂ പ്ലസ് ചിഹ്നം ഊ ആണ്, ഉടമ, ഭൂ പ്ലസ് ഉടമ. ഓക്കെ. ഇനി മതയാനയിലേക്ക് വരുമ്പോഴോ യാ കട്ട് ചെയ്തു, മത പ്ലസ് ആന അല്ലെ, മത പ്ലസ് ആന. ഇനി വാഴയില യാ കട്ട്, വാഴ പ്ലസ് ഇല, വാഴ പ്ലസ് ഇല. ഇനി വെടിയുണ്ട എന്ന പദമാകുമ്പോഴോ വെടിയുണ്ട അല്ലെ, ഇവിടെ യാ കട്ട്, വെടി പ്ലസ് ഉണ്ട. കണ്ടോ, ഇവിടെ യാ കട്ട് ചെയ്തു, അതിന്റെ കൂടെയുള്ള മാത്രം എടുത്തു. ഇനി വേലിയേറ്റം, ഇവിടെ യാ കട്ട് ചെയ്യാം നമുക്ക്, വേലി പ്ലസ് ഏറ്റം. ഓക്കെ അല്ലേ. ഇനി പിടിയാന എന്ന പദം വരുമ്പോഴോ പിടി പ്ലസ് ആന. കണ്ടോ, ഇവിടെ ഒന്നേ ചെയ്തുള്ളൂ, ഈ ആ എന്ന് പറയുന്ന ശബ്ദം കട്ട് ചെയ്തു, അതിന്റെ സ്വരം എന്താണോ അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള ചിഹ്നം എന്തോ ആ ചിഹ്നത്തെ പ്ലസിന് ശേഷം എന്ത് ചെയ്തു, സ്വരമാക്കി ഇട്ടു. എന്ത് എളുപ്പമാണെന്ന് നോക്കി. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ ഈ ഒരു സെറ്റൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ചോദ്യം നോക്കിയേ, വലയിൽ അല്ലെ, വലയിൽ എന്ന പദം, വലയിൽ, വലയിൽ യാ, യാ എന്ന പദം കട്ട് ചെയ്തു, യാ എന്ന പദം കട്ട് ചെയ്തു. ഇനി വല പ്ലസ് ഇൽ എന്നെടുത്തു അല്ലെ, വല പ്ലസ് ഇല്ലെന്നെടുത്തു. പനയോല യാ കട്ട് ചെയ്തു, പന പ്ലസ് യാ കട്ട് ചെയ്തു. ചിഹ്നം ഏതൊക്കെയാ, ഓയാണ്, ഓ ല. ഓക്കെ. ഇനി ബന്ധുവാണ്, ബന്ധുവാണ്, വാ കട്ട്, അപ്പൊ ബന്ധു പ്ലസ് ചിഹ്നം ആടയാളം അല്ലേ, ആണ്, ആണ്. ഓക്കെ. ഇനി ഉടയാട എന്നുള്ള ശബ്ദം നോക്കിയേ, ഇതിലെയും യാ കട്ട് ചെയ്തോണം, ഉട പ്ലസ് യാട അല്ലെ. ആ ഉടയാട എന്നുള്ളതിലെ യാ എന്ത് ചെയ്തോണം, അപ്പോഴ് അതിന്റെ ചിഹ്നമാണ് അല്ലെ, അതെന്താക്കിക്കോണം, ആ എന്നാക്കിക്കോണം, ആ, ഉട പ്ലസ് ആട. ഓക്കെ. ഇനി അണിയറ എന്നാണെങ്കിലോ, അണിയറ, അതിലും യാ ഇല്ലേ, ആ യാ കട്ട് ചെയ്തു, അണി പ്ലസ് യാ, അറ. ഇനി എത്രയധികം എന്നാണെങ്കിലോ, എത്ര പ്ലസ് യായാണ്, ചിഹ്നം ആടയാളമാണ്, അധികം. ഓക്കെ. ഇനി മാതാവ് എന്ന പദം ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പദം കൂടെയാണ്, എങ്കിലും ഒന്ന് നോക്കാം. മാതാ പ്ലസ്
വ്, അത് അതേപോലെ തന്നെ അങ്ങ് പിരിച്ചാൽ മതി ഇല്ലേ? നോക്കി, ആഗമസന്ധിയിലുള്ള വാക്കുകളെല്ലാം എത്ര എളുപ്പത്തിൽ തീരുന്നു നോക്കിയേ. അപ്പൊ ഈ ഒരു സെറ്റ് കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. നമുക്ക് മക്കളെ നോക്കിയേ, പിതാവ് എന്ന പദത്തിലോ പിതാവ് സെയിം, പിതാ പ്ലസ് വ് അല്ലെ. ഇനി നേതാവ് എന്ന പദത്തിലോ നേതാ പ്ലസ് വ്. പൂമ്പാറ്റ എന്നുള്ള പദം, പൂമ്പാറ്റയൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാ. പൂമ്പാറ്റ അല്ലെ, പൂമ്പാറ്റ ആ വാക്ക് ഞാൻ ഇവിടെ എടുത്തെഴുതുന്നു. പൂമ്പാറ്റ എന്നുള്ള പദം. ഓക്കെ, ഇമ്പ എന്ന ശബ്ദമാണ്, അത് കട്ട് ചെയ്യണം, പ്ലസ് കൊടുക്കുക. ഇമ്പ എന്ന് പറയുന്നത് തീരുന്ന പായില അല്ലെ, പാ. അപ്പൊ പൂ അധികം പാറ്റ. പൂമ്പാറ്റ എന്ന് പറയുന്ന പദം ഏതാണ്? പൂ അധികം പാറ്റ. ഇനി മുളന്തോപ്പാണെങ്കിലോ, മുളന്തോപ്പ് ഇന്ത കട്ട് ചെയ്യണം. അപ്പം മുള അധികം തോപ്പ് അല്ലെ, മുള അധികം തോപ്പ്. ഇനി പൂഞ്ചോലയാണെങ്കിലോ ഇഞ്ച കട്ട് ചെയ്തു, ഇഞ്ച. ഇനി നോക്കിയേ, പൂ അധികം ചോല, പൂവധികം ചോല. എളുപ്പമല്ലേ, പൂവധികം ചോല. ഇവിടെ എന്താ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പൂമ്പാറ്റ പൂഞ്ചോല എന്നൊക്കെ പറയുന്നിടത്ത് പൂവ് പ്ലസ് ചോല എന്നും പൂവ് പ്ലസ് പാറ്റ എന്നൊക്കെ എഴുതാനുള്ള ടെൻഡൻസി കാണിക്കും ഇല്ലേ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പൂവ് എന്നെഴുതാൻ പാടില്ല എന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ ചോദ്യം ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ വെട്ടുന്ന സമയത്ത് അവിടെ പൂവ് എന്ന ശബ്ദം കൊടുക്കാനില്ല. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ ഓപ്ഷനിൽ ഉറപ്പായിട്ട് പൂമ്പാറ്റയാണെങ്കിൽ പൂ പ്ലസ് പാറ്റ എന്നും കാണും, പൂവ് പ്ലസ് പാറ്റ എന്നും കാണും. നമ്മൾ നോക്കുമ്പോൾ പൂവിലെ അല്ലെങ്കിൽ പൂവ് എന്നുള്ളതിലെ കറക്റ്റ് ശബ്ദം അതെടുക്കും, പക്ഷെ തെറ്റിപ്പോവും. അത് തെറ്റാതിരിക്കാൻ ഈ വഴി പറഞ്ഞു തന്നത്. ഇനി നോക്കിയേ, മുളങ്കാട് ഇവിടെ ഇങ്ക കട്ട് ചെയ്തു. സോ മുള പ്ലസ് ഇങ്ക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക അല്ലെ, കാട്. ഇനി പൂങ്കുയിലാണെങ്കിലോ പൂങ്കുയിൽ സെയിം ആണ്. പൂ കട്ട് ചെയ്തു, അപ്പോൾ പൂങ്കുയിൽ. പൂ പ്ലസ് കുയിൽ. അവിടെയും എന്ത് വേണ്ട? പൂവ് എന്ന് വേണ്ട. ഇനി പുളിങ്കുരു പ്രീവിയസ് ആണ് അല്ലെ, അതിൽ ഇങ്ക കട്ട് ചെയ്യുക, എന്നിട്ട് പുളി പ്ലസ് കുരു എന്നെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സെറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന പദങ്ങളിലെ യാ വാ ന, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് വായാന എന്ന് തന്നെ പഠിക്കാം അല്ലെ. വാ യാ ന, വാ യാ ന എന്നീ ശബ്ദങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇവയാണ് സന്ധിയിലുള്ളതെങ്കിൽ അത് ഭൂരിഭാഗം, അല്ലെങ്കിൽ അതെല്ലാം എന്ത് തന്നെയായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. പിന്നെ ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇന്ത, ഇമ്പ എന്നീ ശബ്ദങ്ങളെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന പദത്തിൽ യ വ ന് അല്ലെങ്കിൽ വ യ ന് എന്നീ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക, എന്നിട്ട് അവിടെ ഒരു പ്ലസ് കൊടുക്കുക. ആ ശബ്ദത്തിന്റെ ചിഹ്നം ഏതാണോ ആ ചിഹ്നം സ്വരമാക്കി എഴുതുക. അപ്പോഴേക്കും ഈ ഒരു ഭാഗത്തുള്ള ഒരു മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആഗമസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ലോപസന്ധിയെക്കുറിച്ചും ദ്വിത്വസന്ധിയെക്കുറിച്ചും ആദ്യസന്ധിയെക്കുറിച്ചും ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. എല്ലാ വീഡിയോസും റെഗുലറായിട്ട് കാണുക. എല്ലാ ക്ലാസ്സുകളും നന്നായി അറ്റൻഡ് ചെയ്ത് നന്നായി പഠിച്ച് വരുന്ന എക്സാമിൽ മികച്ച വിജയം നേടുക. അപ്പോൾ പൂർണ്ണമായും ഈ പറയുന്ന പോലെ എല്ലാ സെക്ഷനിലും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും മൈ മെന്റർ ടീം ഫുള്ളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.